Hi students, 9th standard physics forces in fluids chapter discuss this chapter second part this video. In chapter buoyant force ഒരു വസ്തു പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു ഫ്ലൂയിഡിൽ ഇമേഴ്സ്ഡ് ആയിരുന്നാൽ ആ ഫ്ലൂയിഡ് ആ ഒബ്ജക്റ്റിൽ മുകളിലോട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ബോയൻസി. When a body is immersed completely or partially in a fluid, the fluid exerts an upward force on the body known as buoyancy. അപ്പോൾ buoyancy എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. വെള്ളം കോരുമ്പോഴൊക്കെ നമുക്ക് അറിയാം അല്ലേ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബലം അവിടെ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ബോയൻസിയുടെ അളവ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? അതിനായിട്ട് നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. അതിന് മുൻപ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബോയൻസി എങ്ങനെയായിരിക്കും മെഷർ ചെയ്യാൻ പറ്റുന്നത്? ഫ്ലൂയിഡിനകത്ത് ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വസ്തുവിൽ പാർഷ്യലി ഒരു കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഫ്ലൂയിഡിൽ ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വസ്തുവിൽ ഫ്ലൂയിഡ് മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബോയന്റ് ഫോഴ്സ് കാരണമാണ് ആ വസ്തുവിന് ആ ഫ്ലൂയിഡിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്നത് സ്വാഭാവികമായിട്ടും. അപ്പം ബോയന്റ് ഫോഴ്സിന്റെ അളവ് എത്രയായിരിക്കും? ആ വസ്തുവിന് ആ ഫ്ലൂയിഡിൽ ഉണ്ടായ ഭാരക്കുറവ് എത്രയാണോ അതായിരിക്കും ആ ബോയന്റ് ഫോഴ്സിന്റെ അളവ് അല്ലേ. അപ്പൊ ആ ബോയന്റ് ഫോഴ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാമേ. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഒരു സ്പ്രിംഗ് ബാലൻസ് വേണം, ഒരു സ്റ്റോൺ വേണം, എ പീസ് ഓഫ് മെറ്റൽ, ഒരു കഷ്ണം ഏതെങ്കിലും ഒരു മെറ്റൽ അതിൻ്റെ ഒരു പീസ് വേണം. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരു ബീക്കറിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കണം. ഒരു സ്പ്രിംഗ് ബാലൻസ്, എ പീസ് ഓഫ് സ്റ്റോൺ, എ പീസ് ഓഫ് മെറ്റൽ ആൻഡ് എ ബീക്കർ കൺസിസ്റ്റിംഗ് ഓഫ് ഫ്രഷ് വാട്ടർ. ഇനി ഈ സ്പ്രിംഗ് ബാലൻസ് എന്തിനുള്ള ഉപകരണമാണെന്ന് അറിയാമോ? വസ്തുക്കളുടെ ഭാരം അളക്കാനുള്ള ഒരു ചെറിയൊരു ഉപകരണമാണ് സ്പ്രിംഗ് ബാലൻസ്. ഇപ്പൊ നമ്മള് സാധാരണ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു വെയിങ് ബാലൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇലക്ട്രോണിക് വെയിങ് ബാലൻസ് ആണ് കൂടുതൽ ഇപ്പൊ ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. ഈ പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിൽ കാർഷികോൽപ്പന്നങ്ങളൊക്കെ ഒരുപാട് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്. അന്നേരം ഈ കച്ചവടക്കാർ എന്ത് ചെയ്യുന്നറിയാമോ? വീടുകളിൽ വന്നിട്ട് കുരുമുളക്, അടയ്ക്ക അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. അപ്പൊ അവരുടെ കയ്യിൽ ഈ ഒരു സ്പ്രിംഗ് ബാലൻസ് കാണുമായിരുന്നു. അവരെന്ത് ചെയ്യും? അത് തൂക്കിയിട്ട് അതിന്റെ എത്രയാണെന്ന് വെച്ചാൽ പൈസ വന്നിട്ട് പോകുമായിരുന്നു. അപ്പൊ ഇതിന്റെ ഈ അടിവശത്ത് തന്നെ കൊളുത്ത് പോലൊരു സാധനം ഉണ്ട്. അതിലാണ് തൂക്കേണ്ട സാധനം ആക്കിയിട്ടിട്ട് അതിനനുസരിച്ച് ഇവിടെ ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിലില് താഴോട്ട് ഇങ്ങനെ മാർക്കിംഗ് ഉണ്ട്. അപ്പൊ ഇതിന്റെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ട് അതിൽ റീഡിങ് കാണിക്കും. അപ്പൊ അങ്ങനെ ആ വസ്തുവിന്റെ ഭാരം നമുക്ക് അളക്കാൻ പറ്റും. സാധാരണ സ്പ്രിംഗ് ബാലൻസ് എന്ന് വെച്ചാൽ മാസ് ഇൻ ഗ്രാമിലുള്ള ഒരു സ്പ്രിംഗ് ബാലൻസ് ആണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ആക്ടിവിറ്റിക്ക് നമുക്ക് വേണ്ട ഒരു സ്പ്രിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? കാലിബ്രേറ്റഡ് ഇൻ ന്യൂട്ടണിലായിരിക്കണം അതിന്റെ റീഡിങ്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അത് തന്നെ, ഒരു വസ്തുവിന്റെ മാസ് എന്ന് വെച്ചാല് നമ്മൾ ഗ്രാമിലാണ് പറയുന്നത് അല്ലെ. ഭാരക്കുറവുള്ള വസ്തുക്കളുടെയൊക്കെ മാസ് നമ്മൾ ഗ്രാമിലാണ് പറയുന്നത്. ഇനി ആ വസ്തുവിന്റെ വെയിറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു വസ്തുവിന്റെ മാസ് എം ഗ്രാം ആണെന്നിരിക്കട്ടെ, അതിന്റെ വെയിറ്റ് എത്രയാണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് വസ്തുക്കളുടെ വെയിറ്റ്, എം ഇൻറ്റു ജി. അപ്പോൾ ഈ വെയിറ്റ് ആണ് നമ്മൾ ഏതിൽ പറയുന്നത്? ന്യൂട്ടണിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്താ? ഇപ്പോഴും നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിക്ക് യൂസ് ചെയ്യുന്ന സ്പ്രിംഗ് ബാലൻസ് ന്യൂട്ടണിലുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ കാണിക്കുന്ന റീഡിങ് എന്താണ്? വസ്തുക്കളുടെ വെയിറ്റ് കാണിക്കുന്ന ഒരു സ്പ്രിംഗ് ബാലൻസ് ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലെ. ഇനി നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാം. ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞു, ഒരു സ്പ്രിംഗ് ബാലൻസ് വേണം, സ്റ്റോൺ വേണം, പീസ് ഓഫ് മെറ്റൽ വേണമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ സ്റ്റോണ് ഈ സ്പ്രിംഗ് ബാലൻസിൽ ആ കൊളുത്തിയിടാവുന്ന സാധനം ഉണ്ടല്ലോ അതിലോട്ട് കൊളുത്തിയിടുന്നു. ഇത് സ്കെയിലാണ്. താഴെ ഒരു കൊളുത്ത് പോലെ ഒരു സാധനമുണ്ട്, അതിലോട്ട് നമ്മുടെ ഈ സ്റ്റോണ് കൊളുത്തിയിടുന്നു. എന്നിട്ട് ഇതിന്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നു. ആദ്യം എയറിൽ വെച്ചാണ് ഈ സ്റ്റോണിന്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സ്റ്റോണിന്റെ വെയിറ്റ് നമ്മൾ എയറിൽ വെച്ച് മെഷർ ചെയ്ത് 5 ന്യൂട്ടൺ കിട്ടിയെന്നിരിക്കട്ടെ. വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ, വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ നമുക്കൊരു 5 ന്യൂട്ടൺ കിട്ടി. അപ്പം ഇവിടെ നമുക്ക് 5 ന്യൂട്ടൺ കിട്ടി.
ഇനിയും ഈ സ്റ്റോണിന്റെ വെയിറ്റ് തന്നെ നമ്മളൊരു ബീക്കറിൽ വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ സ്റ്റോണ് എന്ത് ചെയ്യുന്നു? ഈ സ്പ്രിംഗ് ബാലൻസിനോടൊപ്പം തന്നെ ഈ വാട്ടറിൽ കൊണ്ട് നമ്മൾ താഴ്ത്തിയിട്ട് അതിന്റെ വെയിറ്റ് അവിടെ മെഷർ ചെയ്യുക. അപ്പൊ നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിൽ 5 ന്യൂട്ടൺ എയറിൽ വെച്ച് വെയിറ്റ് ചെയ്തപ്പം അതിന് 5 ന്യൂട്ടൺ ഉണ്ടായിരുന്നു. ഇനി ആ ഒരു ലിക്വിഡ് വെള്ളത്തിൽ താഴ്ത്തിയിട്ട് അതിന്റെ വെയിറ്റ് കണ്ടപ്പം 3 ന്യൂട്ടനേ ഉള്ളൂ. 3 ന്യൂട്ടനേ ഉള്ളൂ. അപ്പൊ അവിടെ ഭാരക്കുറവ് ഉണ്ടായി അല്ലേ? ആ ലിക്വിഡിൽ താഴ്ന്നിരുന്നപ്പോൾ ആ ഒരു സ്റ്റോണിന് ഭാരക്കുറവ് ഉണ്ടായി. എന്തുകൊണ്ടാണ് ആ ഭാരക്കുറവ് ഉണ്ടായത്? ബോയൻ ഫോഴ്സ് ഉണ്ട് അവിടെ. ആ ബോയൻ ഫോഴ്സ് കാരണമാണ് ആ സ്റ്റോണിന് വെള്ളത്തിൽ ഭാരക്കുറവ് അനുഭവപ്പെട്ടത്. അപ്പൊ എത്രമാത്രം ബോയൻ ഫോഴ്സ് ആ ഒരു ലിക്വിഡിൽ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്? ഈ വെയിറ്റ് ഡിഫറൻസ് ആയിരിക്കുമല്ലോ. 5 - 3 എത്രയാണ്? 2 ന്യൂട്ടൺ. അപ്പം ഈ സ്റ്റോണിന് വാട്ടറിൽ ഉണ്ടായ ബോയൻ ഫോഴ്സ് എത്രയാണ്? 2 ന്യൂട്ടൺ ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതുപോലെ തന്നെ നമ്മളൊരു മെറ്റൽ പീസും എടുത്തു വെച്ചിട്ടുണ്ട്. ആ മെറ്റൽ പീസും ഇതേപോലെ തന്നെ ചെയ്യുക. ആദ്യം എയറിൽ വെച്ചിട്ട് അതിന്റെ വെയിറ്റ് കാണുന്നു. എയറിൽ വെച്ച് വെയിറ്റ് കണ്ടപ്പോൾ നമുക്കൊരു 8 ന്യൂട്ടൺ, ഇത്തിരി കൂടെ 8 ന്യൂട്ടൺ ഉണ്ടെന്നിരിക്കട്ടെ. എന്നിട്ട് അത് അതുപോലെ തന്നെ ലിക്വിഡിൽ വെള്ളത്തിൽ താഴ്ത്തിയിട്ട് വെയിറ്റ് കണ്ടു. വെയിറ്റ് കണ്ടപ്പോൾ നമുക്കൊരു 5 ന്യൂട്ടനേ ഉള്ളൂ. അപ്പൊ അതിനുണ്ടായ ബോയിങ് ഫോഴ്സ് എത്രയാണ്? 3 ന്യൂട്ടൺ ആണ്. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് ബോയിങ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? വെയിറ്റ് ഡിഫറൻസ്, ഒരു ഒബ്ജക്റ്റിന് എയറിലുള്ള വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ആ ഒരു ലിക്വിഡിലുള്ള വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എത്രമാത്രം വെയിറ്റ് ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട് അതാണ് ആ ലിക്വിഡിൽ ആ വസ്തുവിനുണ്ടായ ബോയിങ് ഫോഴ്സ്. ബോയിങ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലേ? വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ ലിക്വിഡ്. നമ്മൾ ബോയിങ് ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു. ബോയിങ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡും പഠിച്ചു. ഇനിയും ഒരു വസ്തുവിന് വ്യത്യസ്തങ്ങളായ ഫ്ലൂയിഡിൽ അനുഭവപ്പെടുന്ന ബോയിങ് ഫോഴ്സ് സെയിം ആണോ നമുക്ക് നോക്കാം. ആ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോയിങ് ഫോഴ്സ് കണ്ടുപിടിക്കാം. അതായത് പല ലിക്വിഡ് എടുക്കുക. നമ്മുടെ മുമ്പ് എടുത്ത ആ ഒരു സെയിം സ്റ്റോൺ, ആ ഒരു സ്റ്റോണിന് ഈ 3 ലിക്വിഡിലും ഉണ്ടാകുന്ന വെയിറ്റ് ഡിഫറൻസ് സെയിം ആണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ സ്റ്റോണ് നമ്മൾ പുറത്ത് വെച്ചിട്ട് എയറിൽ വെച്ചിട്ട് അതിന്റെ വെയിറ്റ് കണ്ടു. അതിന്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയാമോ? 5 ന്യൂട്ടൺ ആണെന്നിരിക്കട്ടെ. 5 ന്യൂട്ടൺ ആണെന്നിരിക്കട്ടെ. എന്നിട്ട് വെയിറ്റ് ഇൻ എയറിൽ ആ ഒരു സ്റ്റോണിന്റെ വെയിറ്റ് 5 ന്യൂട്ടൺ ആണ്. എന്നിട്ട് ആ സ്റ്റോൺ സ്പ്രിംഗ് ബാലൻസ് ഉൾപ്പെടെ നമ്മുടെ കെറോസിനിൽ മുക്കിയപ്പം 5 ന്യൂട്ടൺ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റോണിന് 4 ന്യൂട്ടനെ കെറോസിനിൽ കാണിച്ചുള്ളൂ. എയറിൽ 5 ന്യൂട്ടൺ ഉള്ള ആ ഒരു സ്റ്റോണ് കെറോസിനിൽ മുക്കിയിട്ട് വെയ് ചെയ്തപ്പം കെറോസിനിൽ മുങ്ങിയിരിക്കുന്ന സമയത്ത് വേണം അതിന്റെ വെയിറ്റ് നോക്കാൻ. അന്നേരം അതിന്റെ ഒരു വെയിറ്റ് എന്ന് വെച്ചാൽ 4 ന്യൂട്ടൺ ആണെന്നിരിക്കട്ടെ. അപ്പൊ ആ ഒരു കെറോസിൻ എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡിൽ ആ ബോഡിക്ക് ഉണ്ടായ വെയിറ്റ് ഡിഫറൻസ് എത്രയാണ്? അത് തന്നെ 5 - 4 = 1 ന്യൂട്ടൺ. ഈ 1 ന്യൂട്ടൺ ആണ് കെറോസിൻ ആ സ്റ്റോണിന്മേൽ ചെലുത്തിയ ബോയിങ് ഫോഴ്സ്. ഇനിയും ഈ സ്റ്റോൺ തന്നെ നമ്മുടെ വാട്ടറിൽ മുക്കിയിട്ട് അതിന്റെ വെയിറ്റ് കണ്ടു. വാട്ടറിൽ മുക്കിയപ്പം അതിന്റെ വെയിറ്റ് 3 ന്യൂട്ടൺ ആയിരുന്നു. 3 ന്യൂട്ടൺ. അപ്പം അതിനുണ്ടായ വെയിറ്റ് ഡിഫറൻസ് എത്രയാണ്? 5 - 3 = 2 ന്യൂട്ടൺ. വാട്ടർ ആ ഒരു ഒബ്ജക്റ്റിൽ ആക്കിയ ആ ഒരു ബോയിങ് ഫോഴ്സ് എത്രയാണ്? 2 ന്യൂട്ടൺ. അതല്ലേ വെയിറ്റ് ഡിഫറൻസ്. ഇനിയും സെയിം സ്റ്റോൺ സലൈൻ വാട്ടറിൽ മുക്കിയിട്ട് വെയ് ചെയ്യുന്നു. അന്നേരം അതിന്റെ വെയിറ്റ് 2 ന്യൂട്ടൺ ആയിരുന്നു. അതായത് 5 ന്യൂട്ടൺ ഉണ്ടായിരുന്ന ഒരു ഒബ്ജക്റ്റ്, എയറിൽ 5 ന്യൂട്ടൺ ഉണ്ടായിരുന്ന ഒരു ഒബ്ജക്റ്റിന് സലൈൻ വാട്ടറിൽ എത്ര വെയിറ്റേ ഉള്ളൂ? 2 ന്യൂട്ടനേ ഉള്ളൂ. അപ്പോൾ അതിനുണ്ടായ വെയിറ്റ് ഡിഫറൻസ് എത്രയാണ്? 5 - 2 = 3 ന്യൂട്ടൺ ആണ് വെയിറ്റ് ഡിഫറൻസ്. ഈ 3 ന്യൂട്ടൺ, ഈ വെയിറ്റ് ഡിഫറൻസ് ആണ് സലൈൻ വാട്ടർ ആ ഒരു ഒബ്ജക്റ്റിൽ ചെലുത്തിയ ബോയിങ് ഫോഴ്സ്. അപ്പൊ ഈ 3 ലിക്വിഡിലും നമുക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് നോക്കിയേ. 5 ന്യൂട്ടൺ എയറിൽ ഉണ്ടായിരുന്ന ഒരു ഒബ്ജക്റ്റിന് കെറോസിനിൽ എത്ര വെയിറ്റേ ഉള്ളൂ? 4 ന്യൂട്ടൺ വെയിറ്റ് ഉണ്ട്. 4 ന്യൂട്ടൺ വെയിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറവുണ്ട്. എന്നാലും ആ ഒരു കുറവുള്ള വെയിറ്റ് ഡിഫറൻസ് ഈ 3 ലിക്വിഡിനെ അപേക്ഷിച്ച് കുറവ് ഏതിനാണ്? കെറോസിനാണ്. അപ്പൊ കെറോസിനാണ് കുറച്ച് ബോയിങ് ഫോഴ്സ് മേലിലോട്ട് അപ്ലൈ ചെയ്തത്. ഈ ഒരു 3 ലിക്വിഡിൽ കുറച്ച് ബോയിങ് ഫോഴ്സ് അപ്ലൈ ചെയ്തത് ആരാണ്? കെറോസിനാണ്. എന്തായിരിക്കും അതിന് കാരണം എന്നറിയാമോ?
നോക്കൂ, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ 3 ലിക്വിഡിന്റെയും ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും കുറവ് ഡെൻസിറ്റി ഏതിനാണ്? നമുക്കറിയാം, ഒരു തുള്ളി മണ്ണെണ്ണ ജലത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ മണ്ണെണ്ണ എന്ത് ചെയ്യും? ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കും. എന്തുകൊണ്ടാണ്? മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാൾ ഡെൻസിറ്റി കുറവാണ്. ഇവിടെ നമ്മൾ കെറോസിന്റെ ഡെൻസിറ്റി കൊടുത്തിട്ടുണ്ട്. 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് കെറോസിന്റെ ഡെൻസിറ്റി. വാട്ടറിന്റെ ഡെൻസിറ്റി നമ്മൾ കാണാതെ പിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് കെറോസിന്. അതാണ് ഈ ബോയിൻ ഫോഴ്സ് വാട്ടറിനേക്കാൾ കെറോസിന് കുറവാകാനുള്ള കാരണം. അതിൽ നിന്ന്, ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു ഓർഡറിൽ തന്നെയാണ് ഡെൻസിറ്റി കൂടി വരുവാണ് ലിക്വിഡിന്. അതായത് കെറോസിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് വാട്ടർ, വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് സലൈൻ വാട്ടർ. സലൈൻ വാട്ടറിന്റെ ഡെൻസിറ്റി, സലൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് സോൾട്ടും വാട്ടറും കൂടെ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ അതിന് എന്ത് കൂടുതലായിരിക്കും? ഡെൻസിറ്റി കൂടുതലായിരിക്കും. സലൈൻ വാട്ടറിന്റെ ഡെൻസിറ്റി 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്രോക്സിമേറ്റ്ലി ആണ്. അപ്പം ഈ ഒരു ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ബോയൻ ഫോഴ്സും കൂടും എന്നൊരു ഈ ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ആക്ടിവിറ്റി ചെയ്തതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ ഫ്ലൂയിഡ്സും ഒരു ഒബ്ജക്റ്റിൽ ചെലുത്തുന്ന ബോയൻ ഫോഴ്സ് സെയിം അല്ല. ബോയൻ ഫോഴ്സിനെ ആശ്രയിക്കുന്ന ഒരു ഘടകം എന്ന് വെച്ചാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. As the density of the liquid increases, the buoyant force also increases. As density increases, എന്ത് ഇൻക്രീസ് ചെയ്യും? ബോയന്റ് ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. അത് ഓർത്തിരിക്കുക. ഒന്നാമത്തെ ഫാക്ടർ ഏതാണ്? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. നമ്മളിപ്പം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോയന്റ് ഫോഴ്സ് ആണ് പഠിക്കുന്നത്. അതിൽ ഒരു ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചു. ബോയന്റ് ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണത്? Density of the liquid. As the density of the liquid increases, buoyant force also increases. Buoyant force is directly proportional to the density of the liquid. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2-3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിനൊന്ന് ആൻസർ സ്വയം കണ്ടുപിടിച്ച് നോക്കണേ. ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് പറയാം. Which liquid did the stone experience maximum buoyancy? ഏറ്റവും കൂടുതൽ ബോയൻസി 3 ലിക്വിഡിൽ ഏതിലാണ് സ്റ്റോണിന്മേൽ അപ്ലൈ ചെയ്യപ്പെടുന്നത്? ഏത് ലിക്വിഡിലാണ്? ഏറ്റവും കൂടുതൽ ബോയിന്റ് ഫോഴ്സ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ലിക്വിഡിലാണ്. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ലിക്വിഡിൽ 3 ഏതാണ്? വാട്ടർ, കെറോസിൻ, സലൈൻ വാട്ടർ. ഈ 3 ലിക്വിഡിൽ സലൈൻ വാട്ടർ അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ബോയൻസി ആ സ്റ്റോണിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏത് വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിരിക്കുമ്പോഴാണ്? സലൈൻ വാട്ടർ. ഇൻ വിച്ച് ലിക്വിഡ് ഡിഡ് ദ സ്റ്റോൺ എക്സ്പീരിയൻസ് ദ ലീസ്റ്റ് ബോയൻസി? അതിന് നേരെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഏറ്റവും കുറവ് ബോയൻസി ആ സ്റ്റോണിൽ വരുന്നത് ഏത് ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്തിരിക്കുമ്പോഴാണ്? Kerosene. കാരണം എന്താണ്? Kerosene has least density. Does a ship that enters a freshwater lake from the ocean sink more or rise more? Justify your answer. ഓഷ്യനിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് കടക്കുന്ന ഒരു ഷിപ്പ് കൂടുതൽ സിങ്ക് ചെയ്യുമോ അതോ റൈസ് ചെയ്യുമോ? അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താ? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻക്രീസസ്, ബോയന്റ് ഫോഴ്സ് ഓൾസോ ഇൻക്രീസസ്. ആ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചേക്കണേ. ഓഷ്യനിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് കടക്കുന്ന ഒരു ഷിപ്പ് കൂടുതൽ ഉയരുമോ അതോ താഴുമോ? അതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഓഷ്യനിലെ വാട്ടർ എങ്ങനെയുള്ളതാണ്? സലൈൻ വാട്ടറും പുഴമാണ് അല്ലെ? ഫ്രഷ് വാട്ടറിന്റെ ഡെൻസിറ്റി ഈ സലൈൻ വാട്ടറിന്റെ ഡെൻസിറ്റിയേക്കാൾ കുറവാണ്. ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഇൻക്രീസസ്, ബോയിന്റ് ഫോഴ്സ് ഓൾസോ ഇൻക്രീസസ്. അതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ അപ്പോൾ ഈ ഓഷ്യൻ സലൈൻ വാട്ടർ ആയതുകൊണ്ട് അതിന്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ഇവിടെ ബോയിന്റ് ഫോഴ്സ് കൂടുതലായിരിക്കും. ഇപ്പൊ കൂടുതൽ ഫോഴ്സ് ആണ് ആ ഒരു മുങ്ങിയിരിക്കുന്ന ഭാഗത്തേക്ക് വരുന്നത്. എന്നിട്ട് അത് ഈ ഇവിടെ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് കടക്കുമ്പം ഇത്രയും ഫോഴ്സ് വരില്ല ഫ്രഷ് വാട്ടറിൽ. കാരണം എന്താ? ഫ്രഷ് വാട്ടറിന്റെ ഡെൻസിറ്റി സലൈൻ വാട്ടറിന്റെ ഡെൻസിറ്റിയേക്കാൾ കുറവാണ്. അപ്പൊ കുറവ് ഫോഴ്സ് ആണ് മുകളിലോട്ട് വരുന്നത്. അതിന്റെ ഫലമായിട്ട് ആ ഷിപ്പ് എന്ത് ചെയ്യും? കുറച്ചുകൂടി താഴേക്ക് സിങ്ക് ചെയ്തേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ലെവല് കുറച്ചുകൂടി താഴും. എന്തോ ഒരേ വെയിറ്റ് ഉള്ള 2 പദാർത്ഥങ്ങൾ ഒരു ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്യുക. ഏതെങ്കിലും ഒരു ലിക്വിഡേ ഉള്ളൂ. ഒരേ വെയിറ്റ് ഉള്ള 2 വസ്തുക്കളാണ് ഒരു ലിക്വിഡിൽ നമ്മൾ ഇമേഴ്സ് ചെയ്യുകയാണ്. അപ്പൊ അതിന്മേൽ ആക്ട് ചെയ്യപ്പെടുന്ന ബോയന്റ് ഫോഴ്സ് സെയിം ആയിരിക്കുമോ ഡിഫറെന്റ് ആയിരിക്കുമോ? സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കും ഒരേ വെയിറ്റ് ഉള്ള വസ്തു ആയതുകൊണ്ട് ബോയന്റ് ഫോഴ്സും സെയിം ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ആണോ ഇല്ലയോ നമുക്ക് നോക്കാമേ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അയണിന്റെയും കോപ്പറിന്റെയും എക്സാമ്പിൾ ആണേ. കോപ്പർ, അയൺ. കോപ്പറിന്റെ അയണിന്റെ എക്സാമ്പിൾ ആണ് ടെക്സ്റ്റ് ബുക്കിൽ എടുത്തിരിക്കുന്നത്.
നമുക്കറിയാം കോപ്പറിന്റെ ഡെൻസിറ്റി അയണിന്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതലാണ്. കോപ്പറിന്റെ ഡെൻസിറ്റി അയണിന്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതലാണ്. ഡെൻസിറ്റി ഈസ് മോർ ഇൻ കോപ്പർ. ഡെൻസിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുറഞ്ഞ വോളിയത്തിൽ കൂടുതൽ മാസിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് കോപ്പറിനാണ് കൂടുതൽ. അയണിനാവുമ്പോൾ കൂടിയ വോളിയത്തിൽ അത്രയും മാസിനെ ഉൾക്കൊള്ളാനേ സാധിക്കുള്ളൂ. കോപ്പറിന്റെ വെയിറ്റ് 6 ന്യൂട്ടൺ ആണെന്നിരിക്കട്ടെ. അപ്പൊ അയൺ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ വരച്ചാൽ മതിയോ? പോരാ. കാരണം എന്താണ്? കോപ്പറിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. കുറഞ്ഞ വോളിയത്തിൽ 6 ന്യൂട്ടനെ ഉൾക്കൊള്ളാൻ ഈ കോപ്പറിന് സാധിക്കുന്നു. പക്ഷെ അയൺ ആകുമ്പോഴോ അതിന്റെ വോളിയം കൂടുതലാണ്. അതിനർത്ഥം എന്താണ്? കുറച്ചുകൂടി വലുപ്പം വരും അയണിന്റെ ബ്ലോക്കിന്. വെയിറ്റ് എത്ര തന്നെയാണ്? 6 ന്യൂട്ടൺ ആണ്. അപ്പൊ നമ്മളാണ് ആ ഒരു പഴയ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. ഇത് രണ്ടും സ്പ്രിംഗ് ബാലൻസിൽ തൂക്കിയിട്ടിട്ട് ആദ്യം വാട്ടറിൽ അതിന്റെ വെയിറ്റ് കാണുന്നു, പിന്നെ വേറെ ഏതെങ്കിലും ഒരു ലിക്വിഡിൽ അതിന്റെ വെയിറ്റ് കാണുന്നു. വാട്ടർ, ലിക്വിഡ്, കെറോസിനാണെന്നിരിക്കട്ടെ. എയറിൽ അതിന്റെ വെയിറ്റ് 6 ന്യൂട്ടൺ ആണ്. അപ്പോൾ കോപ്പർ ഫ്രഷ് വാട്ടറിൽ ഇട്ടിട്ട് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് വെയിറ്റ് നോക്കിയപ്പം നമുക്ക് കാണാൻ പറ്റി ഈ 6 ന്യൂട്ടൺ എന്നുള്ളത് 4 ന്യൂട്ടൺ ആയിട്ട് മാറി. 6 ന്യൂട്ടൺ എന്നുള്ളത് 4 ന്യൂട്ടൺ ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്ത് വെയിറ്റ് ഡിഫറൻസ് ഉണ്ടായി? 2 ന്യൂട്ടൺ വെയിറ്റ് ഡിഫറൻസ് ഉണ്ടായി. അപ്പൊ ഈ ഫ്രഷ് വാട്ടർ കോപ്പറിൽ അപ്ലൈ ചെയ്ത ബോയിലിംഗ് ഫോഴ്സ് എത്രയാണ്? 2 ന്യൂട്ടൺ. ഇനി സെയിം പ്രോസസ് അയൺ ബ്ലോക്കിലും ചെയ്തു. അയൺ ബ്ലോക്കിൽ ചെയ്തപ്പോൾ നമ്മൾ കാണാൻ പറ്റിയത് 6 ന്യൂട്ടൺ എന്നുള്ളത് 3 ന്യൂട്ടൺ ആയിട്ട് മാറി. അപ്പൊ അവിടെ ഉണ്ടായ വെയിറ്റ് ഡിഫറൻസ് എത്രയാണ്? 6 മൈനസ് 3. 6 ന്യൂട്ടൺ എന്നുള്ളത് 3 ന്യൂട്ടൺ ആയിട്ട് മാറി. അപ്പോൾ അവിടെ ഉണ്ടായ വെയിറ്റ് ഡിഫറൻസ് എത്രയാണ്? 3 ന്യൂട്ടൺ. ഇവിടെ അപ്പോൾ നമ്മുടെ ബോയിലിംഗ് ഫോഴ്സിനെ ആശ്രയിക്കുന്ന ഒരു ഘടകം ഏതാണ്? നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചു. എന്താണ്? വോളിയം ഓഫ് ദ മെറ്റീരിയൽ. As the volume of the material increases, buoyant force also increases. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച റിസൾട്ട് ഇതിലൊന്ന് എഴുതി നോക്കാം അല്ലേ? ആദ്യം ഈ ഒരു കോപ്പർ എയറിൽ അതിന്റെ വെയിറ്റ് കണ്ടപ്പോൾ 6 ന്യൂട്ടൺ ആയിരുന്നു. വാട്ടറിൽ വെയിറ്റ് കണ്ടപ്പോൾ എത്രയായി? 4 ന്യൂട്ടൺ ആയി. അപ്പൊ അതിനുണ്ടായ ബോയിലിംഗ് ഫോഴ്സ് എത്രയാണ്? ബോയിലിംഗ് ഫോഴ്സ് ഈ കോളത്തിൽ എഴുതുന്നത് എത്രയാണ്? 6 മൈനസ് 4 ഇസ് ഈക്വൽ ടു 2 ന്യൂട്ടൺ ആണ് ഈ ഒരു വാട്ടറിൽ കോപ്പറിനുണ്ടായ ബോയിലിംഗ് ഫോഴ്സ്. അതുപോലെ തന്നെ അയണിനോ 6 ന്യൂട്ടൺ ആയിരുന്നു, 3 ന്യൂട്ടൺ ആയി മാറി. എത്രയാണ് ബോയിലിംഗ് ഫോഴ്സ്? 3 ന്യൂട്ടൺ ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കെറോസിനിലും ഈ ഒരു എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 5 ന്യൂട്ടൺ ആയി മാറി എന്നിരിക്കട്ടെ. 6 ന്യൂട്ടൺ എന്നുള്ളത് 5 ന്യൂട്ടൺ ആയി മാറി. വെയിറ്റ് ഡിഫറൻസ് എത്രയാണ്? 1 ന്യൂട്ടൺ. അയണോ 6 ന്യൂട്ടൺ എന്നുള്ളത് ഒരു 4 ന്യൂട്ടൺ ആയി മാറി. അപ്പൊ അവിടെ എത്രയാണ്? 2 ന്യൂട്ടൺ. കാരണം എന്താണ്? കെറോസിനിൽ വാട്ടറിന്റെ അത്രയും ബോയിലിംഗ് ഫോഴ്സ് വരില്ല. കെറോസിന്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് വാട്ടറിന്റെ അത്രയും ബോയിലിംഗ് ഫോഴ്സ് കെറോസിന് പ്രയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ആസ് ദ വോളിയം ഓഫ് ദ മെറ്റീരിയൽ ഇൻക്രീസസ് ബോയിലിംഗ് ഫോഴ്സ് ഓൾസോ ഇൻക്രീസസ്. വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബോയിലിംഗ് ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. ബോയിലിംഗ് ഫോഴ്സിനെ ആശ്രയിക്കുന്ന 2 ഘടകങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. എന്തൊക്കെയാണ്? ബോയിലിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. പിന്നെന്താണ്? ബോയിലിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം ഓഫ് ദ മെറ്റീരിയൽ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് ബോയിലിംഗ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ബോയിലിംഗ് ഫോഴ്സിന്റെ അളവ് മെഷർ ചെയ്യുന്നത്? വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ ലിക്വിഡ്. അങ്ങനെ നമുക്ക് ബോയിലിംഗ് ഫോഴ്സിന്റെ അളവ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബോയിലിംഗ് ഫോഴ്സിനെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, വോളിയം ഓഫ് ദ മെറ്റീരിയൽ. As the density of the liquid increases, buoyant force also increases. As the volume of the material increases, buoyant force also increases. ഈ വീഡിയോ ഇത്രയും മതി. ഓക്കെ, ബൈ.